അതുണ്ടല്ലോ, മരുഭൂമിയിൽ മഴ പെയ്തു കഴിഞ്ഞൊരു വൈകുന്നേരമായിരുന്നേ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. വീട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് നടക്കാനിറങ്ങിയാലോ എന്നൊരു മോഹം തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ നടക്കാനിറങ്ങി. ഞങ്ങൾ നടന്ന് പോകുന്നത് ഞങ്ങൾ സീസൈഡിലേക്കാണേ. സീസൈഡിലേക്ക് പോണ വഴിക്കുണ്ടല്ലോ, അവിടെ നിറയെ കടലാസു പൂക്കൾ അതിലിട്ട് നിൽക്കുന്നൊരു ബോട്ട് ഹൗസ് ഉണ്ട്. ആ കടലാസ് പൂക്കൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവും, ഇടയ്ക്കൊക്കെ അത് കൊഴിഞ്ഞു പോയി ഒന്നുമില്ലാതെ ഉണങ്ങി നിൽക്കുന്നത് കാണാം. പക്ഷേ ഇപ്രാവശ്യം നല്ല നിറയെ പൂക്കളിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കടലാസ് പൂക്കൾക്കിടയിൽ നിന്നിട്ട് ചാഞ്ഞും ചരിഞ്ഞും നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ആഘോഷമാക്കി. മഴ, കടലാസു പൂക്കൾ, കൊട ഒക്കെ ആയിട്ട് നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലല്ലേ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ സീസൈഡിലേക്ക് നടന്നു. സീസൈഡിലേക്ക് നടക്കുന്ന വഴിയിൽ കുറേ കല്ലുകൾ, കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പാകി ഒരു നടവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടവഴി കൂടി നടന്നിട്ട് ഞങ്ങൾ സീസൈഡിലേക്ക് എത്തുക കേട്ടോ. ഇത്ര സമയത്ത് ഒരു അമ്മപ്പട്ടിയും കുറേ പട്ടിക്കുഞ്ഞുങ്ങളും, ഒരു 7 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടി അമ്മപ്പട്ടിയുടെ അടുത്ത് പാലിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുകയാണ്. അവരങ്ങനെ വഴക്കുണ്ടാക്കി പാലൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് നല്ല രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അമ്മപ്പട്ടിക്ക് ദേഷ്യം വന്ന അമ്മപ്പട്ടി ഇവരെല്ലാവരും ഇട്ടിട്ട് നേരെ ഓടിപ്പോവുക കേട്ടോ. എന്നിട്ട് അവർ പുറകെ ഓടുന്നുണ്ട് അതിൻ്റെ. അങ്ങനെ അവരുടെ കളിയൊക്കെ കണ്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുറ്റും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടോ. മഴ പെയ്തു കഴിഞ്ഞൊരു സായം സന്ധ്യ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. അവിടെ കുറേ പേര് ഇന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. മഴയാണെങ്കിൽ പോലും കളിക്കാൻ എന്താ പറയുക, ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് നോക്ക്, നമ്മളിരിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം വന്നുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ദേടി മഴവില്ലെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നത്. എന്ത് രസമായിരുന്നെന്നറിയോ. എൻ്റെ ഫോണിൽ അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഭംഗിയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഫോണിൽ അലേർട്ട് വരികയാണ്, യുദ്ധമല്ലേ, വേഗം തന്നെ എല്ലാവരും വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരികയാണ്, സേഫ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ നിർത്തി സ്ഥലം കാലിയാക്കി കേട്ടോ.